പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമ്പോഴും സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2023 ഡിസംബറിലാണ് റേഷൻ ഡീലർമാർക്ക് അവസാനം വേതനം ലഭിച്ചത്. സംസ്ഥാനത്തെ അതിരൂക്ഷ ധനപ്രതിസന്ധി പൊതുവിതരണ മേഖലയെയും ബാധിച്ചതിൽ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. 14,177 റേഷൻ കടകളുള്ള സംസ്ഥാനത്ത് 9,909 റേഷൻ കടകളും നഷ്ടത്തിലാണ്. നിലവിൽ കഴിയുന്ന പണമെടുത്ത് ചെലവാക്കേണ്ട അവസ്ഥ. 2,402 റേഷൻ കടകൾ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതിന് ശേഷം 2018 വേതന പാക്കേജ് നടപ്പിലാക്കിയത്. 45 ക്വിന്റൽ വരെ അരി വിൽപ്പന നടത്തുന്ന കടയുടമകൾക്ക് 11,000 രൂപ മിനിമം വേതനം നൽകുമെന്നായിരുന്നു നിയമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഭൂരിഭാഗം ഡീലർമാർക്കും മിനിമം വേതനം ലഭിക്കുന്നില്ല. കൂടാതെ കടവാടക, വൈദ്യുതി ചാർജ്, മറ്റ് അനുബന്ധ ചെലവുകൾ ഇതിനുള്ള തുകകളും അനുവദിക്കുന്നില്ല. 2023 ഡിസംബറിലാണ് റേഷൻ കട ജീവനക്കാർക്ക് അവസാനമായി വേതനം ലഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 140 മണ്ഡലങ്ങളിലായി നടത്തിയ നവകേരള സദസ്സിലും മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപ്പിലായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന വ്യാപകമായ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് സംയുക്ത പ്രക്ഷോഭ സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കടന്നിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.